ശേഷം മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. ഇതുവരെ വ്യക്തത വന്നില്ലേ? അല്ല, അതിൽ ഇയാൾ മാനസികമായിട്ട് ചെറിയൊരു പ്രോബ്ലമുള്ള ആളും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും കൂടുതൽ എക്സ്പെർട്ടീസിൻ്റെ സഹായം ആവശ്യമുണ്ട്. അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ ഇയാൾ ഒരു 5-6 വർഷമായിട്ട് ട്രീറ്റ്മെൻറ്റിലുള്ള ആളാണ്. ഒരാളെ ഉള്ളോ? ഹരികുമാർ മാത്രമേ? അത് അങ്ങനെ മുഴുവൻ പറയാറായിട്ടില്ല. കുറച്ചുകൂടി കാര്യങ്ങൾ ഇപ്പോൾ ഇതുവരെ കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ വിശദമായിട്ട് അന്വേഷണം നടത്തി അതിലെന്തെങ്കിലും വസ്തുതകളുണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ എന്നൊക്കെ നമ്മൾ കൂടുതൽ പരിശോധന ചെയ്തെങ്കിൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ഇന്നൊരു ജോലിസിനെ ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നിരുന്നു. അദ്ദേഹത്തിന് ഇതുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? അതിപ്പോൾ ഉണ്ടോന്നോ ഇല്ലയോ എന്ന് ഇപ്പോൾ പറയാൻ ഈ അവസരത്തിൽ പറയാൻ നിവർത്തിയില്ല. അതിൽ അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടുണ്ട്. ആ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ വെരിഫൈ ചെയ്തതിനു ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഹരികുമാറാണ്, അതിന്റെ കാരണം എന്താണെന്ന് വ്യക്തമായിട്ടില്ല. അതാണ് അതെ, അത് ഞാൻ പറഞ്ഞല്ലോ. ആള് മാനസികമായിട്ട് സ്റ്റേബിൾ ആയിട്ടുള്ള ആളല്ല. അതാണ് അതിലത്തെ ഒരു ബുദ്ധിമുട്ടുള്ളത്. അദ്ദേഹം ഈ കണക്ക് കൂട്ടാനോ അല്ലെങ്കിൽ അക്ഷരങ്ങൾ കൃത്യമായി എഴുതാൻ പോലും അറിയാത്ത ആളെന്നാണ് നാട്ടുകാർ പറയുന്നത്. അപ്പോൾ ഈ വാട്സപ്പ് സന്ദേശങ്ങൾ അയച്ചു എന്ന് പറയുന്നു. അപ്പോൾ അതിലെന്തെങ്കിലും വസ്തുതയുണ്ട്? ഇവരിങ്ങനെ വാട്സപ്പിൽ സഹോദരങ്ങൾ അത് നമ്മൾ അതിന്റെ FSL എക്സാമിനേഷൻ കൂടി റിസൾട്ട് കൂടി വന്നതിന് ശേഷം അതിന്റെ വ്യക്തത വരാൻ പറ്റും. തമ്മിലുള്ള വ്യക്തിപരമായ ചില പ്രശ്നങ്ങൾ അങ്ങനെ പറഞ്ഞു കേട്ടത് അതുണ്ടോ? അത് നമുക്ക് മുഴുവൻ ഇപ്പോൾ പറയാൻ പറ്റില്ല. സാറേ, ചുരുക്കത്തിൽ ഈ പോലീസ് ഒരു ഫൈനൽ ഫൈൻഡിങ്സിൽ എത്താത്തതാണോ അതോ മാധ്യമങ്ങളോട് പറയാം? തെളിവുകളുടെ അടിസ്ഥാനത്തിലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആ തെളിവുകൾ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. നമ്മൾ ചോദിക്കുന്നത് ഏതാണ്ട് 24 ഹവറായി ഇവരൊക്കെ കയ്യിലുണ്ട്, മീൻസ് അന്വേഷണ ഉദ്യോഗസ്ഥരുണ്ട്. എന്നിട്ട് സാധാരണ അല്ല, അതിലൊരു ചെറിയ പ്രയാസമുള്ളത് ഇവരുടെ ഒരു സ്റ്റെബിലിറ്റിയുടെ ഒരു പ്രശ്നമാണ്. കുറച്ച് പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ പറയണതല്ല കുറച്ച് കഴിഞ്ഞാൽ പറയാം. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. മനസ്സിലാവണമെങ്കിൽ അങ്ങനെയുള്ള ഒരു എവിഡൻസ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. അല്ല, അയാളെ വിളിക്കാൻ കാരണം അയാളുടെ പേരിൽ 2 ആഴ്ച മുമ്പ് ഒരു പരാതി ഇവിടെ കൊടുത്തിരുന്നവർ. അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്താൻ വേണ്ടി വിളിപ്പിച്ചാണ്. അതെ, അതിൽ കുറെ പൈസ ഇവർ വാങ്ങിച്ചു എന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നു. അല്ലാതെ ഈ കൊലപാതകവുമായി ഒരു അല്ല, അതിൽ അങ്ങനെ ആ പരാതി 2 ആഴ്ച മുമ്പ് വന്നാണ്. ഈ സംഭവം നടക്കുന്നതിന് 2 ആഴ്ച മുമ്പ് വന്നുള്ള പരാതിയാണ്. അല്ല, അത് ഈ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനും ഈ സംഭവമായിട്ട് ബന്ധമുള്ളതായിട്ട് ഇതുവരെ ഉള്ളതിൽ മനസ്സിലായിട്ടില്ല. 36 ലക്ഷം കൊടുത്തു എന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ അതൊന്നും അയാൾ ഓൺ ചെയ്യുന്നില്ല. പ്രതിയാണ് ഈ പറഞ്ഞ മാനസിക പ്രശ്നമാണ് നിങ്ങൾ പറയുന്നത്. ബാക്കിയുള്ള ആളുകളെ നിങ്ങൾ ചോദ്യം ചെയ്ത് മൊഴിയെടുത്തു. ആ മൊഴികളിൽ എന്തെങ്കിലും വൈരുദ്ധ്യമുണ്ടോ? അല്ല, അതിപ്പോൾ മുഴുവൻ അങ്ങനെ ഇപ്പോൾ വെളിപ്പെടുത്താൻ സാധിക്കില്ലല്ലോ. അമ്മ ഇപ്പോഴും നിങ്ങളുടെ ഒരു സർവൈലൻസിലാണോ? അവരിപ്പോ നിഷ്കളങ്കയാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ നമ്മളൊന്നും പറയാൻ പറ്റില്ല. ഈ സാഹചര്യത്തിലൊന്നും പറയാൻ സാധിക്കും. അല്ല, ഇന്ന് അവരെ ക്വസ്റ്റ്യൻ ചെയ്യാനും മറ്റും വിളിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ എന്തായാലും അന്വേഷിക്കാണ്ട്, ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കാണ്ട്. ഇതിന്റെ ഫീൽഡ് എൻക്വയറി ഉണ്ട്, ഇതിന്റെ സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ ആയിട്ട് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാണ്ട്, ഒരുപാട് സാക്ഷികളെ ചോദ്യം ചെയ്യാനുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ പറ്റില്ല. അല്ല, അത് ഇപ്പൊ അവരെ ചോദിക്കണം വിശദമായിട്ട്. അതൊന്നും പല കാര്യങ്ങളും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം മാച്ച് ചെയ്ത് വരുന്നത്. വാടക വീട്ടിൽ താമസിക്കുന്നതാണ്, സ്ഥിരമായി വലിയ വരുമാനമില്ലാത്ത സ്ത്രീയാണ്. അത് 36 ലക്ഷം രൂപ എന്ന് പറഞ്ഞ അവരുടെ റവന്യൂ. അല്ല, ഞാൻ പറഞ്ഞത് അതെല്ലാം നമുക്ക് വിശദമായിട്ടുള്ള പരിശോധനയ്ക്ക് ശേഷമല്ലേ അറിയാൻ പറ്റുള്ളൂ ആരാണ് ഈ പൈസ കൊടുത്തത്. പല ആളുകൾ അവരുടെ വീട്ടിൽ വന്നിട്ട് പൈസയ്ക്ക് വന്നിരുന്നു പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആരാണെന്ന് മനസ്സിലാക്കണം, അവർ കൊടുത്തിട്ടുണ്ടോ അവരോട് ചോദിക്കണം. അങ്ങനെ പല ക്രോസ് വെരിഫിക്കേഷൻ നടത്തിയെങ്കിൽ മാത്രമേ ഇതിന് ജസ്റ്റ് മനസ്സിലാവും. എല്ലാവരും വ്യത്യസ്തമായിട്ടുള്ള മൊഴിയാണ് നൽകുന്നത്. അല്ല, അങ്ങനെയില്ല. അതിൽ ഈ സംഭവം പിന്നെ ഹരികുമാർ ഇത് ചെയ്തു എന്നുള്ളതിനെ സംബന്ധിച്ച് ഏതാണ്ടൊരു വ്യക്തമായിട്ടുള്ള മൊഴി തന്നെയാണ് അയാൾ പറഞ്ഞിട്ടുള്ളത്. അല്ല, ആ കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി ഞാൻ പറഞ്ഞു. പോലീസ് പറഞ്ഞത് വ്യക്തി താല്പര്യമുണ്ടോ എന്ന് പറഞ്ഞു ഹരികുമാറിന്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കൊലയിലേക്ക് നയിച്ചതെന്ന് പറയുന്നത്. അറിയില്ല, എനിക്കറിയില്ല അങ്ങനെ പറഞ്ഞായിട്ട്. ചിലപ്പോൾ ഈ ഹരികുമാർ ഈ കൊലപാതകം ചെയ്തു എന്ന കാര്യത്തെക്കുറിച്ച് കുടുംബത്തിന്റെ അഭിപ്രായം എന്താണ്? കുടുംബം അങ്ങനെ ഒരു ജനറൽ അഭിപ്രായം പറഞ്ഞാൽ ഒരു കാര്യമില്ല, അങ്ങനെ പറയാനും പാടില്ല. കുടുംബത്തിന് ഒരു ഞെട്ടലോ അല്ലെങ്കിൽ കുടുംബ അല്ല, അത് അങ്ങനത്തെ അല്ല. നമ്മളൊരു ഇൻവെസ്റ്റിഗേഷൻ ബേസ് ചെയ്തിട്ട് മാത്രമേ എനിക്ക് പറയാം. ഈ പറയുന്ന ലേഡിയെ പരിചയമുണ്ട് എന്ന് പറയുന്നത് ഹരികുമാറിനെയോ അല്ലെങ്കിൽ ഹരികുമാറിന്റെ ഈ പറയുന്ന കുട്ടിയുടെ അമ്മയോ ഏതെങ്കിലും ഘട്ടത്തിൽ അറിയാമെന്ന് ഈ ജോത്സ്യം പറയുന്നുണ്ടോ? പരിചയമുണ്ട്, അവരവിടെ പോയിരുന്നു. അല്ല, അത് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഒന്ന് ഉറപ്പിക്കണമെങ്കിൽ നമുക്ക് 2 ദിവസം സമയം എടുക്കണം. എത്ര നാളടി മാനസിക പ്രശ്നമുണ്ട്? അവർ പറയുന്നത് ഒരു 6-7 വർഷമായിട്ടുണ്ടെന്ന് പറയും. ഹരികുമാർ മാത്രമല്ല, അമ്മയും പറയുന്നുണ്ടല്ലോ. അല്ല, നമ്മളത് പോലീസ് നിലയിൽ അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. മാനസിക പ്രശ്നത്തിൽ നേരിടുന്ന ആളാണ്. അല്ല, അതിന്റെ ഇപ്പോൾ ഡോക്ടറെയൊക്കെ കണ്ട് ചോദിക്കണ്ടായിരുന്നു. ഡോക്ടേഴ്സിനെ കണ്ട് ചോദിക്കണം. അങ്ങനെ ട്രീറ്റ്മെന്റ് ഉണ്ടെങ്കിൽ ഡീറ്റെയിൽസ് എടുക്കണം. അല്പം അയാൾ ടാബ്ലറ്റ്സ് കഴിക്കേണ്ടതെന്നാണ് പറയുന്നത്.
അല്ലാതെ ഇതുവരെ അങ്ങനെ ഡോക്ടറുമായ ഒരാശയം അല്ല, അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നടത്തിയ ഒരാളെ ഒരു മാനസിക രോഗിയാക്കി ചിത്രീകരിക്കുന്ന രീതിയിലേക്ക് പോവുകയാണ്. അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ, ഞാൻ അങ്ങനെ പറഞ്ഞില്ല. അല്ല സാർ, ഇതിനകത്ത് പ്രശ്നം നമ്മൾ അല്ല സാറേ, പോലീസിന്റെ കയ്യിൽ ഒരു ദിവസം ഫുള്ള് പണിയുണ്ട്. ഒരു ദിവസം ഇപ്പൊ ടെക്നിക്കലി പറഞ്ഞാൽ ഒരു ദിവസം പറയുമ്പോൾ അതാണോ അല്ലയോ എന്ന് പരിശോധിക്കാനുള്ള സംവിധാനം ഇത്രയും പ്രാഥമികമായിട്ട് അയാൾ സംസാരിക്കുന്ന സമയത്ത് അയാളൊരു നോർമലല്ല. സർ, ഇയാൾ ലഹരി ഉപയോഗിക്കുന്ന ആളായിരുന്നു? അങ്ങനെ തെളിവുകളൊന്നും നോക്കിയിട്ടില്ല. ജോത്സ്യന്റെ വീട്ടിൽ ഏതാണ്ട് 10 ദിവസത്തോളം ഇയാൾ ജോലി ചെയ്യുന്നു എന്ന് പറയുന്നത് അങ്ങനെ പറയുന്നുണ്ട്. മെന്റലി സ്റ്റേബിൾ അല്ലാത്ത ഒരാളങ്ങനെ ജോലി ചെയ്യുന്നു. അല്ല, അതൊക്കെ നോക്കണം, അത് ഏത് കാലഘട്ടത്തിലായിരുന്നു ഉണ്ടായിരുന്നല്ലോ. അല്ല, ഏറ്റവും അവസാനം ഇദ്ദേഹം ആലപ്പുഴയിൽ ജോലി ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ ചോദിക്കുന്നത്. സ്വാഭാവികമായിട്ടും മെന്റലി സ്റ്റേബിൾ അല്ലാത്ത ഒരാൾ പല സ്ഥലത്ത് ജോലി ചെയ്തിട്ടുണ്ട്. ഏറ്റവും അവസാനം ആലപ്പുഴയിൽ ഒരാളുടെ അടുത്തായിരുന്നു ഉണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും ഒരാൾ ഒരു ജോലിക്ക് വെക്കുമ്പോൾ അയാളുടെ സ്റ്റെബിലിറ്റി നോക്കുമല്ലോ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, പല മൊഴികളും വന്നിട്ടുണ്ട്. അതെല്ലാം പരിശോധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. അമ്മയ്ക്കെതിരെ ഭർത്താവ് ശ്രീധുവിന്റെ മൊഴി എന്തെങ്കിലും ഉണ്ടോ? കാരണം അവരുടെ പങ്ക് അന്വേഷിക്കണം, അവർക്ക് സംശയമുണ്ട്, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ശ്രീധുവിനെതിരെ ആയിട്ടില്ല. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. ഈ സ്റ്റേജിൽ ഭർത്താവ് ഇതിനകത്ത് ഇന്നസെന്റ് അല്ലേ? അങ്ങനെ അതിലേക്ക് അത് അല്ല, ഭർത്താവിനെതിരെ അങ്ങനെ ഒരു എവിഡൻസ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. റൂറൽ എസ് പി കെ സുദർശനാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ച്. സ്വാഭാവികമായിട്ടും ചോദ്യങ്ങൾ ഒരുപാടുണ്ട്, പക്ഷേ പോലീസ് അത് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ. കാരണം അന്വേഷണം അതിൻ്റെ ഘട്ടത്തിലാണ്. കൂടുതൽ വിവരങ്ങൾ തേടേണ്ടത്. ഇപ്പോൾ പറഞ്ഞ പോലെ ഈ പൂജാരിയെ വിളിച്ചു വരുത്തിയത് ഇപ്പോൾ സാമ്പത്തിക ക്രയവിക്രയം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അയാളെ വിളിച്ചു വരുത്തിയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. അയാൾക്ക് ഇതിൽ പങ്കുണ്ടോ എന്നതിലും കൃത്യമായ ഒരു ഉത്തരം പറയാൻ പോലീസ് ഈ ഘട്ടത്തിൽ തയ്യാറാകുന്നില്ല. കുറച്ചുകൂടി തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട് എന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന പ്രതികരണം. ഹരികുമാറിനാണെങ്കിൽ മാനസിക പ്രശ്നങ്ങളുള്ളതായി 5-6 വർഷമായിട്ട് അതിന് മരുന്ന് കഴിക്കുന്നു എന്നതാണ് പറയുന്നത്. അമ്മയും അല്ലെങ്കിൽ അച്ഛനും ഇവരൊന്നും പൂർണ്ണമായിട്ട് ഇവരെ ഈ കുറ്റത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്തുന്നില്ല. എല്ലാവരും അന്വേഷണ പരിധിയിൽ തന്നെയാണ്. കൂടുതൽ വിസ്താരങ്ങൾക്ക്, അതായത് കൃത്യമായി പലരുടെയും മൊഴികളൊക്കെ എടുത്ത് ശേഷം മാത്രമേ പോലീസിന് ഇതിലൊരു കൃത്യമായൊരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരാൻ കഴിയൂ എന്നതാണ്. അതുകൊണ്ടാണ് അന്വേഷണ ഘട്ടത്തിലായതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ SP വ്യക്തമാക്കുകയും ചെയ്തിട്ടില്ല.